ഹലോ നമസ്കാരം ഡാഡീസ് റോഡിൻ്റെ സെറ്റപ്പ് വീഡിയോ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഡാഡീസ് റോഡ് ആപ്പിൽ ഒരു വാഹനം എങ്ങനെ QR കോഡ് സ്റ്റിക്കറുമായി ലിങ്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡാഡീസ് റോഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വാഹനം സെലക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന ആക്ഷൻ മെനുവിൽ രണ്ടാമത്തെ ഓപ്ഷൻ ലിങ്ക് QR Decal സെലക്ട് ചെയ്താൽ ഫോൺ ക്യാമറ ഓപ്പൺ ആകും. നിങ്ങൾക്ക് ലഭിച്ച ഡാഡീസ് റോഡിൻ്റെ QR സ്റ്റിക്കർ ഈ ക്യാമറയുടെ മുൻപിൽ വെച്ച് സ്കാൻ ചെയ്യുക. ഇപ്പോൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത വാഹനവും QR ഡെക്കാലും ലിങ്കായി. ഇനി ഈ ഡെക്കാൽ വാഹനത്തിൻ്റെ പുറകിൽ ഒട്ടിക്കുക. പല വാഹനങ്ങൾ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ QR ഡെക്കാൽ തെറ്റായ വാഹനത്തിൽ ഒട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇനി ഡാഡീസ് റോഡിൻ്റെ ഫ്രീഡം ട്രാക്കർ എങ്ങനെ ഒരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഡാഡീസ് റോഡിൻ്റെ ഏറ്റവും കോമ്പാക്റ്റായ GPS ട്രാക്കറാണ് ഫ്രീഡം GPS. ഫ്രീഡം GPS പാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ ഉടൻ തന്നെ ട്രാക്കറിൽ കാണുന്ന QRൻ്റെയും ബാർകോഡിൻ്റെയും ഇമേജ് ഡാഡീസ് റോഡിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്യുക. ട്രാക്കറിലുള്ള സിം ആക്റ്റീവ് ആകുവാൻ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. സിം ആക്റ്റീവ് ആയാൽ ഡാഡീസ് റോഡിൻ്റെ സിം ആക്ടിവേറ്റ് ആയി എന്നുള്ള കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നതാണ്. കൺഫർമേഷൻ മെസ്സേജ് ലഭിച്ചാൽ ഉടൻ ഡാഡീസ് റോഡ് ആപ്പ് ഓപ്പൺ ചെയ്ത് ട്രാക്കർ ഫിക്സ് ചെയ്യേണ്ടുന്ന വാഹനം സെലക്ട് ചെയ്യുക. ലിങ്ക് ട്രാക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മൊബൈൽ ക്യാമറ ഓപ്പൺ ആകും. ട്രാക്കറിലുള്ള QR കോഡ് ഈ ക്യാമറ വഴി സ്കാൻ ചെയ്താൽ ട്രാക്കർ ആപ്പുമായി ലിങ്ക് ആകും. ട്രാക്കർ വാഹനത്തിൽ വിദഗ്ധമായി ഘടിപ്പിക്കുവാൻ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടാവുന്നതാണ്. മിക്ക ഓട്ടോ ആക്സസറീസ് ഷോപ്പിലും ഇവരുടെ സേവനം ലഭിക്കുന്നതാണ്. ട്രാക്കർ ബോക്സിലുള്ള എക്സ്റ്റൻഷൻ വയർ പുറത്തെടുക്കുക. ഫിറ്റ് ചെയ്യാനുള്ള വാഹനത്തിൻ്റെ ഇലക്ട്രിക് വയർ സോക്കറ്റ് കണ്ടുപിടിക്കുക. എക്സ്റ്റൻഷൻ വയറിനെ റെഡ് വയർ വാഹനത്തിൻ്റെ പോസിറ്റീവ് പവർ ടെർമിനലും ബ്ലാക്ക് വയർ നെഗറ്റീവ് ടെർമിനലും കൊടുക്കുക. ശേഷം ട്രാക്കറിൻ്റെ കേസ് തുറക്കുക. തള്ളവിരൽ കൊണ്ട് സ്ലൈഡ് ചെയ്താൽ ട്രാക്കർ ഓപ്പൺ ആകും. ശേഷം ട്രാക്കർ എക്സ്റ്റൻഷൻ വയറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ട്രാക്കറിൻ്റെ റെഡ് ലൈറ്റ് ഓൺ ആകും. ശേഷം ഗ്രീൻ ലൈറ്റും അതിനുശേഷം ബ്ലൂ ലൈറ്റും ഫ്ലാഷ് ആകും. ഗ്രീൻ ലൈറ്റ് സ്റ്റഡിയായി കത്തുകയാണെങ്കിൽ അതിനർത്ഥം നെറ്റ്വർക്ക് കണക്ഷൻ ഓക്കെ ആയെന്നാണ്. ബ്ലൂ ലൈറ്റ് സ്റ്റഡിയായി കത്തുകയാണെങ്കിൽ GPS കണക്ഷൻ ഓക്കെ ആയെന്നാണ്. മറിച്ച് ബ്ലൂ ലൈറ്റ് മിന്നുകയാണെങ്കിൽ ട്രാക്കർ GPS പൊസിഷൻ സെർച്ച് ചെയ്യുകയാണ്. തുറസായ സ്ഥലത്ത് വെച്ച് വേണം ഈ സെറ്റപ്പ് ചെയ്യുവാൻ. കണക്ഷൻ കൊടുത്ത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റ്സും ഓട്ടോമാറ്റിക്കായി ഓഫ് ആകും. ഡിവൈസ് അപ്പോഴും വർക്കിംഗ് ആയിരിക്കും. പവർ സേവിംഗ് മോഡിൽ പോകുന്നത് കൊണ്ടാണ് ലൈറ്റ് ഓഫ് ആകുന്നത്. ട്രാക്കർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് 3 മുതൽ 5 മിനിറ്റ് വരെ വേണ്ടി വന്നേക്കാം ആപ്പിൽ ലൊക്കേഷൻ അപ്ഡേറ്റ് ആകുവാൻ. ആപ്പ് ഓപ്പൺ ചെയ്ത് വാഹനം സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് വെഹിക്കിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വാഹനത്തിൻ്റെ പൊസിഷൻ കാണാവുന്നതാണ്. അഥവാ പൊസിഷൻ കാണിക്കുന്നില്ല എങ്കിൽ ട്രാക്കർ കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് ട്രാക്കർ സ്വിച്ച് ഓൺ പൊസിഷനിൽ ആണോ എന്നും ചെക്ക് ചെയ്യുക. ട്രാക്കർ കണക്ഷൻ പൊസിഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ ട്രാക്കറിൻ്റെ കവർ തിരികെ വെക്കുക. ബൈക്കിലാണെങ്കിൽ സീറ്റിന് താഴെ ലോഗോ സൈഡ് മുകളിലോട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ ട്രാക്കർ വെള്ളം കയറി നശിക്കാതിരിക്കും. വെള്ളം കയറാത്ത രീതിയിൽ വേണം ട്രാക്കർ വെക്കുവാൻ. കാറിലാണ് ട്രാക്കർ വെക്കുന്നതെങ്കിൽ ഡാഷിനുള്ളിൽ വെക്കുക. ഒരിക്കലും ട്രാക്കർ ബോണറ്റിലോ അഥവാ എൻജിൻ റൂമിലോ വെക്കരുത്. ട്രാക്കറിന് താങ്ങാവുന്നതിലും അധികം ചൂടുള്ള സ്ഥലമാണ് ബോണറ്റ്. ഇൻസ്റ്റാളേഷനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡാഡീസ് റോഡിൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ഡാഡീസ് റോഡിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഡാഡീസ് റോഡിൻ്റെ ഫ്രീഡം ട്രാക്കേഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.